കർത്താവിൻ്റെ വലിയ നാമത്തിന് വേണ്ടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഈ ലേഖനം എഴുതിയ എഴുത്തുകാരനെ കുറിച്ചാണ് ആദ്യമായിട്ട് ചിന്തിച്ചത്. എഴുത്തുകാരൻ പൗലോസ് അപ്പോസ്തലൻ ആണ് എന്നാണ് നിഗമനം. ഉറപ്പിച്ച് എങ്കിൽ തെളിവ് നമുക്ക് നൽകിയിട്ടില്ല. അതിനുള്ള തെളിവ് നമ്മൾ കണ്ടത് കിഴക്കൻ സഭകൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഇത് പൗലോസാണ് എഴുതിയതെന്ന് വിശ്വസിച്ചത്. പടിഞ്ഞാറൻ സഭകൾ എന്ന് പറഞ്ഞ യൂറോപ്യൻ സഭകൾ 4-ാം നൂറ്റാണ്ട് മുതൽ പൗലോസാണ് ഇത് എഴുതിയതെന്ന് അവര് കരുതി, അല്ലെങ്കിൽ പൊതുവിൽ വിശ്വസിച്ചു. എന്നാൽ വേദപുസ്തകത്തിനകത്തുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ പൗലോസ് തിമോഥെയോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഇറ്റലിയിലെ സഹോദരന്മാരുടെ സ്നേഹാന്വേഷണം അറിയിക്കുന്നുണ്ട്, വന്ദനം അറിയിക്കുന്നുണ്ട്. ആ വിധത്തിൽ റോമിൽ നിന്നാണ് ഇത് എഴുതിയത്. പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തായതിനു ശേഷമാണ് ഇത് എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ പൗലോസിനെ പോലെ ഇങ്ങനെയുള്ള ഒരു ലേഖനം എഴുതാൻ പ്രാപ്തനായ വേറൊരു വ്യക്തി 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ട് പൗലോസ് തന്നെ ആയിരിക്കും ഇത് എഴുതിയെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് നമുക്ക് വരാൻ സാധിക്കുന്നത്. ഇതെഴുതിയ പശ്ചാത്തലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു. കർത്താവിൻ്റെ സഹോദരന്മാരിൽ മൂത്തവനായിരുന്ന യാക്കൂബിനെ യഹൂദന്മാർ കൊന്നുകളഞ്ഞു. അവരെ യെരുശലേമിലെ ദേവാലയത്തിന്റെ ബാൽക്കണിയിൽ കയറ്റി നിർത്തിയിട്ട് യേശു ക്രിസ്തു ദൈവപുത്രനല്ല എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തു ദൈവപുത്രൻ മാത്രമല്ല, മശീഹ മാത്രമല്ല, പിന്നെ അവൻ ന്യായാധിപതി കൂടിയാണ്, വരാൻ പോകുന്ന ന്യായാധിപതി കൂടിയാണെന്ന് ഉറക്കെ വിളിച്ചു. അപ്പോൾ അവരവിടെ നിന്ന് അവനെ തള്ളി താഴെയിട്ട് അടിച്ചും എറിഞ്ഞും കൊന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം മുട്ടിനിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് ക്രൂശിൽ വെച്ച് പ്രാർത്ഥിച്ചു പോലെ. അപ്പം അങ്ങനെ ഒരു ഭക്തനായി ജീവിച്ചു, ഭക്തനായി മരിച്ച വ്യക്തിയാണ് യാക്കോബ്. യാക്കോബിന്റെ മരണശേഷം അദ്ദേഹം എന്ന് പറയുന്നത് യെരുശലേമിലെ ക്രിസ്ത്യാനികളുടെ പ്രധാന നേതാവായിരുന്നു. അതിനുശേഷം ക്രിസ്ത്യാനികൾക്ക് പീഡനം വർദ്ധിച്ചു. അപ്പൊ അന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ യഹൂദനായിരിക്കും, അല്ലെങ്കിൽ യഹൂദ മതാനുസാരിയായിരിക്കും. യഹൂദ മതാനുസാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ മതം സ്വീകരിച്ച പ്രജാതിക്കാരൻ. ആ യഹൂദ മതം സ്വീകരിച്ച പ്രജാതിക്കാരനെ യഹൂദനായിട്ടാണ് കണക്കാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരാളിപ്പം യഹൂദ മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരിശീലന ഏൽപ്പിക്കും. ശരിക്കും മുക്കാമെന്ന വെള്ളത്തിൽ കുടിച്ചു നിർത്തും. എന്നിട്ട് അവൻ്റെ വിശ്വാസം ഏറ്റുപറയിക്കും. വിശ്വാസം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ അവന് വെള്ളത്തിൽ മുക്കും. വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അവനെ മുക്കിയ റബിക്ക് അന്ന് ജനിച്ച പുത്രനായിട്ട് വംശാവലി പുസ്തകത്തിൽ എഴുതിച്ചേർക്കും. എല്ലാ യഹൂദന്മാരുടെ വീടുകളിൽ ഒരു വംശാവലി പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ അന്ന് അയാൾക്ക് ജനിച്ച മകനായിട്ട് എഴുതി ചേർക്കും. ഇവന്റെ പേര് രാമൻകുട്ടിയെന്നോ ശിവൻകുട്ടിയെന്നോ ആയിരിക്കും അതുവരേക്കും. എന്നാൽ അന്ന് അവന് ദാനിയേലെന്നോ ജെരമ്യാവെന്നോ ഉള്ള പുതിയ പേര് കൊടുക്കും. അപ്പോൾ പുതിയ ജന്മദിവസം കിട്ടി, പുതിയ പിതാവിനെ കിട്ടി, പുതിയ പേര് കിട്ടി, പുതിയ കുടുംബത്തിന്റെ അംഗമായി. അങ്ങനെ അവനെ യഹൂദനാക്കുമായിരുന്നു. അങ്ങനെ യഹൂദ മതം അനുസരിച്ച് മുമ്പോട്ട് വന്നവരെയാണ് പ്രോസലൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഹൂദ മതാനുസാരികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരായിരുന്നു യെരുശലേമിൽ ഉണ്ടായിരുന്നവർ. പെന്തക്കോസ്ത് നാളിലും അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു നല്ല കൂട്ടം തന്നെ അന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്താണ് ഇദ്ദേഹത്തിനെ, അവരുടെ പ്രധാന നേതാവിനെ കൊന്നു. അങ്ങനെയുള്ളവരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ക്രിസ്ത്യാനികളാണ് എന്നുള്ളത് വിശ്വാസികളാണ്. അവരുടെ പ്രധാന നേതാവാകുന്ന ഈ യാക്കോബിനെ കൊന്നു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ പീഡനം അങ്ങ് വല്ലാതെ അടിച്ചു വിട്ടു. അപ്പം പീഡനം വളരെ വലുതായി തീർന്നതുകൊണ്ട്, അല്ലെങ്കിൽ അനേകർക്ക് അത് പിടിച്ചു നീക്കാൻ പ്രയാസമായതുകൊണ്ട് ചിലരൊക്കെ വിശ്വാസത്തിൽ ആടുന്നവരായിട്ട് തീർന്നു, ചഞ്ചലപ്പെടുന്നവരായി തീർന്നു. അങ്ങനെ ചിലരൊക്കെ പിന്മാറാൻ തുടങ്ങി. അപ്പം വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തണം. എന്താണ്? നിങ്ങൾ ഈ വിശ്വസിക്കുന്നത് ശ്രേഷ്ഠമേറിയ കാര്യമാണ്, കുറഞ്ഞൊന്നുമല്ല. ഇതുവരെ നിങ്ങൾ കരുതിയതിൻ്റെയും അറിഞ്ഞതിൻ്റെയും
ക്കാളും ശ്രേഷ്ഠമേറിയതാണ്. ക്രിസ്തു ശ്രേഷ്ഠനാണ്. നിങ്ങളുടെ പഴയ എല്ലാ നേതാക്കന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. അതുപോലെ ക്രിസ്തു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് അതിശ്രേഷ്ഠതയേറിയതാണ്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസ പ്രമാണങ്ങളൊക്കെ പഴയ നിയമത്തിൽ പണ്ടേ എഴുതി വെച്ചതാണ്. അതിന്റെ നിവൃത്തീകരണം ഇപ്പോൾ നടന്നു. അതാണ് നിങ്ങൾ വിശ്വസിക്കുക. അല്ലാതെ ആരെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഈ ക്രിസ്ത്യാനിത്വം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഈ പുസ്തകം എഴുതിയത്. ആ ബോധ്യം വിശ്വസിക്കുന്നവരാകുന്ന നമുക്കും വരണം. ഇപ്പോഴും വിശ്വസിക്കുന്നവർ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും അരുളി ചെയ്ത വചനത്തിന്റെ നിവൃത്തീകരണമാണ് പെന്തക്കോസ്ത് നാളിൽ നടന്നത്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്ന മുഴുവനും ആ ജീവിതപ്രകാരം ദൈവം തെളിയിച്ചു തന്ന സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ ഉപദേശത്തിന്റെ പുറകെ പോവുകയോ അല്ലെങ്കിൽ വഴിപഴിച്ചു പോവുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ആ ശരിയായ ട്രാക്കിൽ തന്നെയാണ്, പാളത്തിൽ തന്നെയാണ്, പാളം തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു കൊടുക്കാനായിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. അപ്പം ഈ പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 1-ാമത്തെ അധ്യായമാണ് ആദ്യം കണ്ടത്. ആ 1-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ആരാണെന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു ഒരു ദൂതനോ ഒരു ദൂതന്മാരുടെ പ്രധാനിയോ ഒന്നുമല്ല. യേശുക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. പണ്ട് ഭാഗമായി പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. എന്നാൽ അവസാനമായിട്ട് ഫൈനൽ റെവലേഷൻ ആയിട്ട്, അവസാനത്തെ വെളിപ്പാടായിട്ട് നമുക്ക് വെളിപ്പാട് നൽകുന്നതിനായി ദൈവം തൻ്റെ പുത്രനെ തന്നെ അയച്ചു. ആ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയുമാണ്. തത്വത്തിന്റെ മുദ്ര എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് പിടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. സമയത്ത് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുന്നത് എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ കാണപ്പെടുന്ന പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്ന രൂപമാണ്. അതുപോലെ അവന്റെ തേജസ്സിന്റെ പ്രഭ, സൂര്യന്റെ തേജസ്സിന്റെ പ്രഭ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദി ബ്രൈറ്റ്നെസ് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവത്തിന്റെ ആ തേജസ്സിന്റെ പ്രഭയാണവൻ, ആ ദൈവ രൂപമാണവൻ. മനസ്സിലായി എന്നാണ് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ മുഖാന്തരമാണ് ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കിയത്. മാത്രമല്ല ഭൂമിയെയും അവന്റെ കരങ്ങൾ നനഞ്ഞിരിക്കുന്നു. പിതാവാം ദൈവം നേരിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. എല്ലാം പുത്രൻ മൂലമാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മ ശക്തിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 3 വ്യക്തമായ വ്യക്തിത്വങ്ങൾ തൃത്വത്തിലുണ്ട്. ആ തൃത്വത്തിൽ ഉള്ള വ്യക്തിത്വങ്ങൾ ഏകമായിട്ട് പ്രവർത്തിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് കാരണക്കാരനായി, പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മ ശക്തിയിൽ കാര്യങ്ങൾ നിവർത്തിക്കുന്നു എന്നുള്ളത് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പുതിയ നിയമക്കാർ കണ്ടുപിടിച്ച ഒരു സൂത്രമല്ല. ഇത് പഴയ നിയമത്തിൽ തന്നെ ഉള്ളതാണ് എന്ന് നമുക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഇത് തെളിയിക്കപ്പെടുന്നുണ്ട്. ഇവിടെ കുറെ തൃത്വത്തെ കുറിച്ചുള്ള ഒരു ലേഖനം അല്ല ഇത്, അതുകൊണ്ട് അത്ര അധികം പറയുന്നില്ല. എങ്കിലും പിതാവും പുത്രനും ഒന്നല്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ദൈവം ഇങ്ങനെ ഒരു മുഖം കാണിക്കുമ്പോൾ പിതാവ്, മറ്റേ മുഖം കാണിക്കുമ്പോൾ പുത്രൻ, അതിൻ്റെ അടുത്ത മുഖം കാണിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്. അങ്ങനെയല്ല. ഒരിക്കലും പരിശുദ്ധാത്മാവ് പുത്രനല്ല, പുത്രൻ ഒരിക്കലും പിതാവല്ല. പിതാവ് ഉറവിടം, പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചവൻ. പുത്രനിലും പിതാവിലും നിറഞ്ഞു നിൽക്കുന്ന നിത്യ ശക്തി, വ്യക്തിത്വമുള്ള ശക്തിയാണ് ആര്? പരിശുദ്ധ ആത്മാവ്. ഇതെങ്ങനെ പറ്റും? അത് ദൈവമായതുകൊണ്ട് പറ്റും. എന്നിലൊരു ആത്മാവുണ്ട്, എന്നിലൊരു ജീവനുണ്ട്, എന്നിലൊരു ശരീരമുണ്ട്. എന്നാൽ എന്നെ 3ആയിട്ട് ആരും കാണുന്നില്ല. എന്നെ ഒന്നായിട്ടേ കാണുന്നു. ഒരിക്കലും എൻ്റെ ജീവൻ എൻ്റെ ആത്മാവല്ല, ഒരിക്കലും എൻ്റെ ആത്മാവ് എൻ്റെ ശരീരവുമല്ല. അപ്പം അങ്ങനെയുള്ള തൃത്വത്തിന്റെ ഒരു സാദൃശ്യം വേണമെങ്കിൽ പറയാം. എന്നാൽ ദൈവതൃത്വത്തിനോട് ഇതൊന്നും സാദൃശ്യീകരിക്കാൻ നമുക്ക് അനുവാദമില്ല, സാധ്യവുമല്ല. അപ്പം ഇങ്ങനെ
ദൈവത്തിന്റെ പുത്രൻ ദൂതനുമല്ല, മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ പറയും ഒരേ പേരാന കുമാരൻ, വേറെ ആരുമില്ല. മനസ്സിലായി? ഇംഗ്ലീഷ് പറയും ദി ഉള്ളി ബിഗോട്ടൺ സൺ. ഉള്ളി ബിഗോട്ടൺ സൺ, ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ട ഏകപുത്രൻ. നമ്മുടെ ഹിന്ദിയിൽ പറയും ഏകലൗത പുത്രൻ. അങ്ങനെ ജനിച്ച, ഏകമായിട്ട് ജനിച്ച പുത്രൻ, വേറെ ആരും ഇല്ല. തുല്യതയില്ലാത്ത വ്യക്തിത്വമുള്ള തൃത്വത്തിൽ രണ്ടാമനായ പുത്രനാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയുള്ള തൃത്വത്തെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങനെ അധികമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പ്രവർത്തിച്ച രീതികളും പ്രവർത്തിച്ച സംഭവങ്ങളും ഒക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 110 സങ്കീർത്തനം, ഇതിനകത്തുള്ള നോട്ടല്ല അത്. 110 സങ്കീർത്തനം ഒന്ന് നോക്കാം ചെറുതായിട്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇവിടെ നോക്കുക, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. അപ്പൊ അവിടെ രണ്ട് വ്യക്തികളുണ്ട് അല്ലേ? യഹോവ എന്ന് പറഞ്ഞിരിക്കും പിതാവിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ദ ലോർഡ് സെഡ് അൺടു മൈ ലോർഡ് എന്നറിയിക്കുക. എന്നാൽ ആദ്യത്തെ ലോഡ് എന്നുള്ളത് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യഹോവയുടെ നാമം വൃഥ എടുക്കരുതെന്നുള്ള കൽപ്പന ദൈവം നൽകിയിട്ടുണ്ട്. ആ കൽപ്പന പാലിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവർ യഹോവയുടെ നാമം കഴിവതും ഉച്ചരിക്കാതെ എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ. അതിന് പകരമായിട്ട് അവർ ഉപയോഗിച്ച എന്താണ്? കർത്താവ് എന്നുള്ള വാക്കാണ്, യജമാനൻ എന്നുള്ള വാക്കാണ്. ഒരു അടിമയുടെ യജമാനാണ് കർത്താവ്, ലോഡ് എന്ന് പറയുന്നത്, അഡോണായി. അപ്പം ആ കർത്താവ് എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചു. അപ്പം അവർ എഴുതുമ്പോഴേ കർത്താവ് എന്ന് എഴുതും, വായിക്കുമ്പോഴും കർത്താവ് എന്ന് വായിക്കും. ഉദ്ദേശിക്കുന്ന എന്താണ്? യഹോവ എന്നാണ്. അത് എഴുതുമ്പോൾ വായിക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ലോഡ് എന്ന് എഴുതും. അപ്പൊ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ആദ്യമേ ലോഡ് എന്ന് എഴുതിയിട്ടുണ്ട്, കർത്താവ് എന്ന്, യഹോവ. പിന്നെ അടുത്ത യഹോവയ്ക്ക് അടുത്ത ലോഡിന് എഴുതിയിരിക്കുന്ന ആദ്യത്തെ അക്ഷരം മാത്രമേ ഉള്ളൂ ക്യാപിറ്റൽ ലെറ്റർ, മറ്റേത് സ്മാൾ ലെറ്റേഴ്സിലാണ്. അപ്പം ഇവിടെ പറയും, രണ്ടുപേരുടെ പേരിവിടെ പറയുന്നു, രണ്ട് കർത്താക്കന്മാരുടെ. ഒന്ന് യഹോവ, അടുത്തത് കർത്താവ്. ഈ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നീട്ടുക. അതിന് മുമ്പ് ഒരു വരി മുമ്പ്, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കും. അപ്പൊ ഇവന്റെ സീറ്റ് എവിടാണ്? ഈ രണ്ടാമത്തെ കർത്താവിന്റെ സീറ്റ് എവിടാണ്? യഹോവയുടെ വലത്ത് ഭാഗത്താണ്, വലത്തെ കൈ പോലെ. എന്നിട്ട് പറയുകയാണ്, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നീട്ടും എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ പിതാവാം ദൈവം യഹോവ നിന്നെ രാജാവായിട്ട് നിയമിച്ചിരിക്കുന്നു. ഇപ്പൊ രാജ്യത്ത് നിനക്കാണ്. എന്നിട്ട് താഴോട്ട് വായിക്കുന്നു, സിയോനാണ് തലസ്ഥാനം. എന്നിട്ട് നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക, നിന്റെ സേനാദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അതിന് 4-ാമത്തെ വാക്യത്തെ ഇങ്ങനെ വായിക്കുന്നു, നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. നീ രാജാവാണെന്ന് ആദ്യം പറഞ്ഞത്. യെരൂശലേമിലെ സിയോനാണ് നിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അവിടെ രാജാവാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞു. 4-ാം വാക്യത്തിൽ വരുമ്പോൾ കാര്യം ഒന്നുകൂടെ വ്യത്യാസപ്പെടുന്നു. 4-ാം വാക്യത്തിൽ പറയുന്നു, നീ എന്നേക്കും ഒരു പുരോഹിതൻ. നീ രാജാവുമാണ്, നീ പുരോഹിതനുമാണ്. എത്ര നാളത്തേക്കാ? എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയും. എന്നിട്ട് താഴോട്ട് പറയാണ്, യഹോവ സത്യം ചെയ്യും, യഹോവ ആണയിട്ടു, ഇനി അതിന് ഒരിക്കലും മാറ്റം വരത്തില്ല. എന്നിട്ട് പറയും, അനുദപിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയെന്ന് ദൈവം ഒരിക്കലും പറയത്തില്ലെന്നാ എൻ്റെ അർത്ഥം. നിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അപ്പൊ നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് ക്രോധ ദിവസത്തിൽ തന്റെ രാജാക്കന്മാരെ തകർത്ത് കളയും. രാജാക്കന്മാരെ അല്ലെങ്കിൽ ശത്രുക്കളെ, കർത്താവിനോട് മത്സരിക്കുന്നവരെ തകർത്ത് കളയുന്ന ഒരു ദിവസം ഉണ്ട്.
എന്നിട്ട് പറയുന്നു, അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ രാജാവായിട്ട് തന്നെ തുടരും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഭൂമി മുഴുവൻ ശവം കൊണ്ട് നിറയും. അവൻ വിസ്താരമായ ദേശത്തിന് തലവനെ തകർത്ത് കളയും. അതാണ് ലോകാവസാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന അന്ത്യക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്നത്. അവനെ തകർത്തതിന് ശേഷമാണ് ഇവിടെ 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നത്. അപ്പം ആ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. വഴികരികിലുള്ള തോട്ടിൽ നിന്ന് കുടിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം എനിക്ക് അങ്ങോട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഊഹിച്ച് പറയാൻ സാധിക്കുന്നതേ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തിയെക്കുറിച്ച്, ഈ രണ്ടാമത്തെ ആളിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് പറയുന്നു അവൻ ആരാണ്? കർത്താവാണ്. ഇല്ലേ? കർത്താവാണെന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് രാജാവാണെന്ന് പറയുന്നു. അല്ലേ? അങ്ങനല്ലേ? രണ്ടാമത് പറയുന്നു, രണ്ടാമത്തെ വാക്യത്തിൽ യഹോവ സിയോനിൽ നിന്റെ സിയോനിൽ യഹോവ ബലമുള്ള ചെങ്കോൽ, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാക്യം പറയുന്നത് നീ രാജാവാണ്. ഇല്ലേ? അവൻ കർത്താവാണ്, അവൻ രാജാവാണ്. എന്നിട്ട് 4-ാം വാക്യം പറയുന്നു, നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനും കൂടെയാണ്. അതിൽ ഈ മെൽക്കിസദേക്കിന്റെ കാര്യം പറഞ്ഞത്, മൽക്കിസദേക്കിന്റെ കാര്യം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മെൽക്കിസദേക്ക് അഹരോന്റെ ക്രമത്തിലും കുടുംബത്തിലും ജനിച്ചവനല്ല, വന്നവനുമല്ല. അഹരോന്റെ കുടുംബത്തിൽ ജനിച്ചവർക്ക് ഒരിക്കലും രാജാക്കന്മാരാകാൻ പറ്റത്തില്ല. അഹരോന്റെ കുടുംബത്തിൽ ജനിച്ചവർക്ക് ഒരിക്കലും രാജാക്കന്മാരാകാൻ പറ്റത്തില്ല. അവർക്ക് പുരോഹിതന്മാരാകാനേ പറ്റൂ. പുരോഹിതന്മാരായിട്ടിരിക്കാനുള്ള ഭാഗ്യമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. രാജാക്കന്മാരായിട്ട് തുടർച്ചയായിട്ട് കിട്ടിയിട്ടുള്ള ഗോത്രം ഏതാ? യഹൂദ ഗോത്രം. അപ്പൊ ഇവര് യഹൂദന്മാരല്ല. ആരാ? അഹരോന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതന്മാരാരും അവരെല്ലാവരും ലേവ്യരായതുകൊണ്ട് യഹൂദ രാജാക്കന്മാരല്ല. അതേസമയത്ത് മൽക്കിസദേക്കിനെ കുറിച്ച് നമ്മൾ എവിടെ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഇവിടെ സോദോമിലെ രാജാവിനെയും അതിനോട് ചേർന്ന് അവര് മൊത്തത്തിൽ 4 രാജാക്കന്മാരെ പിടിച്ചുകൊണ്ടുപോയി. 5 രാജാക്കന്മാർ. ആ പിടിച്ചുകൊണ്ടുപോയി. അപ്പോഴ് ലോത്തിനെയും കൊണ്ടുപോയി. ഇത് അബ്രഹാം അറിഞ്ഞിട്ട് പോയി അവരെ ജയിച്ചടക്കി തിരിച്ചു വന്നു. ജയിച്ചടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറച്ചുപേരെ കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ നേതാക്കന്മാരെ നശിപ്പിക്കുന്നു, അവരുടെ സ്വത്തൊക്കെ കണ്ടുകെട്ടുന്നു അല്ലെങ്കിൽ കൊണ്ടുപോരുന്നു. അങ്ങനെ സ്വത്തുമൊക്കെ ആയിട്ട് മടങ്ങി വരുമ്പോൾ ശാലേം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ പേരാണ് മെൽക്കിസദേക്ക്. അവിടെ ചെന്നു അദ്ദേഹത്തിന് ദശാംശം കൊടുത്തു. അദ്ദേഹത്തിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് 14-ാം അധ്യായത്തിൽ. അദ്ദേഹം ശാലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമാണ്. അപ്പൊ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന ഒരാൾ ആ പ്രദേശത്തെ രാജാവുമായിട്ടും വാണു എന്നാ പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് അധികമായിട്ടൊന്നും നമുക്ക് വേറെങ്ങും വായിക്കാൻ സാധിക്കില്ല. അപ്പൊ രാജാവും പുരോഹിതനും ഒരേ സമയത്ത് ആയിരുന്ന അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനും രാജാവുമായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. എവിടെ? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ. ആ രാജാവിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്ന ആരുമായിട്ടാണ്? ദൈവത്തിന്റെ ആളായിട്ടാണ്, അല്ലാതെ വേറെ ആരുടെയെങ്കിലും ഒരു രാജാവായിട്ടല്ല. അപ്പൊ ദൈവത്തിന്റെ ആളായിട്ടുള്ള രാജാവും പുരോഹിതനും ഒരേ സമയത്ത് ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരേ സമയത്ത് 2 ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് വായിക്കുന്നത്. അദ്ദേഹത്തിന് മാതാവില്ല, പിതാവില്ല, അദ്ദേഹത്തിന് വംശാവലിയില്ല, അദ്ദേഹത്തിന് ജീവ ആരംഭവും ജീവ അവസാനവും ഇല്ല. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ വേറെ എങ്ങും വായിക്കുന്നില്ല. ജീവ ആരംഭവും ജീവ അവസാനവും ഇല്ലാത്തൊരു വ്യക്തി. അവനെ വിളിച്ചിരിക്കുന്ന ആരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? കർത്താവായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിന്റെ ക്രമപ്രകാരമാണ് ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. നീ കർത്താവാണെന്നും, അല്ല അവനെ കുറിച്ച് വായിക്കുന്നത് അവൻ കർത്താവാണെന്നും
അത് 4-ാമത്തെ വാക്യത്തിൽ അവൻ എന്നേക്കും പുരോഹിതനാണ്. അപ്പൊ എന്നേക്കും പുരോഹിതനായി, എന്നേക്കും രാജാവായി, ശാലേമിലെ രാജാവായിട്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരാൾ വരുന്നു എന്ന് 110-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു, ഇല്ലേ? 110-ാം സങ്കീർത്തനം പഠിക്കും. ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ല. 110-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? യഹൂദന്മാരുടെ പുസ്തകമാണ്. പഴയ നിയമത്തിന്റെ ഭാഗമാണ്. അവരിത് പവിത്ര പുസ്തകമായിട്ട് കണക്കാക്കുന്നു. പഴയ നിയമം എന്ന് പറയുന്നത് 3 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് മോശയുടെ പുസ്തകം, ന്യായപ്രമാണം, അതാണ് 5 പുസ്തകങ്ങൾ, ആദ്യത്തെ 5 പുസ്തകം. രണ്ടാമത്തേതാണ് പ്രവാചക പുസ്തകങ്ങൾ എന്ന്. അത് യെശയ്യാവ് മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളാണ് ഈ പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രവാചക പുസ്തകങ്ങളിൽ തന്നെ ആദ്യത്തെ 4 പുസ്തകം ഏതാണ്? യെശയ്യാവ്, യെരമ്യാവും വിലാപവും ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് യെരമ്യാവ് എഴുതിയാണ് വിലാപം. പിന്നെ എസെക്കിയേൽ, പിന്നെ ദാനിയേൽ. ഇതാണ് മേജർ പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ പ്രവാചകന്മാർ. പിന്നെ ബാക്കി 12 പുസ്തകങ്ങൾ മൈനർ പ്രോഫറ്റ്സ് ആണ്, എന്ന് പറഞ്ഞാൽ ചെറിയ പ്രവാചകൻ. ഇതിന് ഈ 2 കൂട്ടത്തെയും കൂടെ ചേർത്തുകൊണ്ട് പ്രവാചകന്മാരുടെ പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മോശയുടെ പുസ്തകം അല്ലെങ്കിൽ ന്യായപ്രമാണം, പിന്നെ പ്രവാചക പുസ്തകം. പിന്നെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇയ്യോബിന്റെ പുസ്തകം, സങ്കീർത്തനം, സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം. ഇതെല്ലാം കൂടെ കീർത്തനങ്ങളുടെ കൂട്ടമായിട്ടാണ് പിടിച്ചത്, കീർത്തനങ്ങളുടെ പുസ്തകമായിട്ട്. അപ്പൊ ഈ 3 കൂട്ടവും യഹൂദന്മാരുടെ പുസ്തകമാണ്. അത് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം സംസാരിച്ച പുസ്തകമാണ്, നൽകപ്പെട്ട പുസ്തകമാണ്. അപ്പം അത് യഹൂദന്മാർക്ക് നിരാകരിക്കാൻ പറ്റിയില്ല. ആ പുസ്തകത്തിൽ ഏക സത്യ ദൈവ വിശ്വാസികളായിരുന്ന യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടുന്ന ഒരു കാര്യമാണ് ഇത്. എന്താ? ഒരു കർത്താവ്, പുരോഹിതനും രാജാവുമായിട്ട് ഒരേ സമയം ആയിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് ബൈബിള് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പുസ്തകം പഠിപ്പിക്കുന്നു എന്നുള്ളത് അവർക്ക് അല്പം ബുദ്ധിമുട്ടാണ് ഗ്രഹിക്കാനും പറയാനും. അതുകൊണ്ട് 2-ാമത്തെ സങ്കീർത്തനം നോക്കുക. 2-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഇത് വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ്. അപ്പം വലത്തുഭാഗത്ത് ആണ് ഇവരുടെ ഇരിപ്പിടം. ഏറ്റവും പിതാവാം ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് തന്നെയാണ്. അപ്പൊ 2-ാം സങ്കീർത്തനം നോക്കുക. 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു. അതെന്തോ നിരൂപിക്കുന്നത്? ലോകത്തിന്റെ ഭരണം മുഴുവനും പിടിച്ചെടുക്കാം, ഞങ്ങൾ പിടിച്ചെടുക്കും. റഷ്യക്കാരൻ പറയും, അമേരിക്കക്കാരൻ പറയും ഞങ്ങൾ എടുക്കും, അല്ലെങ്കിൽ അടുത്തൊരു രാജ്യക്കാർ വന്ന് പറയുകയാണ് ഞങ്ങൾ എടുക്കും. ഇങ്ങനെയുള്ള നിരൂപണങ്ങൾ, വ്യർത്ഥമായ നിരൂപണങ്ങൾ, നടക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും നടക്കാത്ത നിരൂപണമാണ് അവർ നിരൂപിക്കുന്നത്. അവർ പറയുന്നു അതിന്റെ ബഹളമാണ്. അത് ഇവിടെ കലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടികൂടുന്നു, വഴക്കൂടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ഇവരിതിനു വേണ്ടിയുള്ള ഒരു ബഹളം കൂട്ടുകയാണ്. എന്നിട്ട് അവർ പറയുന്നു എന്താണ്, ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ചോദിക്കുന്നത്. അപ്പൊ ദൈവം പറയാണ്, യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയാം. അവരിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിബന്ധനകളും നിയന്ത്രണങ്ങളും ഒക്കെ നമുക്ക് തകർത്ത് കളയണം. നമുക്ക് ഭൂമിയുടെ അവകാശം, ഭൂമിയുടെ ഭരണം, ഭൂമിയുടെ നിയന്ത്രണം പിടിച്ച് എടുക്കണം. നമ്മുടെ കീഴിലെല്ലാം ആക്കണം. ദൈവത്തിന് പണി നോക്കട്ടെ. ദൈവം ഇവിടെ വേണ്ട. നമുക്ക് ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാം എന്നുള്ള ഒരു നിരൂപണമാണ് ഇവരുടെ ഉള്ളിലുള്ളത്. എന്നിട്ട് താഴോട്ട് പറയാണ്, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയാം. അപ്പൊ ഇവരുടെ നിരൂപണമൊക്കെ അറിയുന്ന ദൈവം, പൂർണ്ണമായിട്ട് അറിയുന്ന ദൈവം സ്വർഗത്തിലിരുന്ന് എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. നമ്മുടെ വീട്ടിലോട്ട് ഒരു പൂച്ച കയറി വരികയാണ്, അല്ലെങ്കിൽ വേറെ എലിക്കുഞ്ഞുങ്ങൾ കയറി വരുന്ന വിചാരിക്കുക. ഈ എലിക്കുഞ്ഞുങ്ങൾ വിചാരിക്കും നമുക്കിവിടെ തന്നെ കളിക്കാം, ചിരിക്കാം, കഴിക്കാം, ഇവിടെ എല്ലാം നമ്മുടേതാക്കി തീർക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുള്ളിച്ചാടുമ്പോൾ നമ്മളൊരു വടിയുമായിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ ഇതെല്ലാം ജീവിതം കൊണ്ട് ഓടും. നമ്മളെ കാണുമ്പോഴത്തേക്ക് ഓടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ അഹങ്കാരം കാണുമ്പോൾ നമ്മൾ ചിരിക്കും എന്ന് പറയുന്ന പോലെ സ്വർഗത്തിലെ ദൈവം
ഈ കൊച്ചു മനുഷ്യന്റെ നിരൂപണങ്ങളും വിചാരങ്ങളും ഒക്കെ കാണുമ്പോൾ ചിരിച്ചു കേട്ടാൻ പറ്റുന്നത് ചെയ്യണം, ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ചിരിച്ചിട്ട് ദൈവം അന്ന് അവൻ കോപത്തോട് അവരോട് അരുളിച്ചു, ക്രോധത്തോട് അവരെ പേടിപ്പിക്കും, ഭ്രമിപ്പിക്കും. എന്നിട്ട് പറയാണ്, ദൈവം പറയാണ്, ഈ കലഹത്തിന്റെ കലഹം കണ്ടിട്ട് പറയാണ്, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ അയച്ചു. ഈ വലിയ മിടുക്ക് ചമഞ്ഞ് മുമ്പോട്ട് വരുന്ന അഹങ്കാരം കൊണ്ട് നിറഞ്ഞ് ഭരണം പിടിച്ചെടുക്കാൻ, ലോകത്തിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ ഭൂമിയിലെ നേതാക്കന്മാരോട്, രാജാക്കന്മാരോട് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനൊരു നിർണയം പ്രസ്താവിക്കാം, ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാം. ആ തീരുമാനം എന്താണ്? യഹോവ എന്നോട് അരുളി ചെയ്ത, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. ഞാൻ ഇന്ന് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ല, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു, എന്നിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഭൂമിയുടെ അറ്റം വരെ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവകാശമായിട്ട് തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. ആരെയാണ്? ഈ ശത്രുക്കളെ. ഇവിടെ ദൈവത്തിന്റെ കയറുകളെല്ലാം പൊട്ടിക്കാമെന്നും പറഞ്ഞ് കലഹിക്കുന്ന, ബഹളം കൂട്ടുന്നവരെ എന്ത് ചെയ്യും? അവരെ തകർത്ത് കളയും. എന്നിട്ട് പറയാണ്, അവരെ എങ്ങനെയാ തകർക്കുന്നത്? കുശവന്റെ പാത്രം പോലെ. മൺപാത്രത്തിന് കുശവന്റെ പാത്രം ഒന്നും, മൺപാത്രം തല്ലി പൊടിക്കുന്ന പോലെ പൊടിക്കുമെന്ന്. അവരെ കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിക്കുക, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിക്കുക. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ ആരെ ചുംബിക്കണം? പുത്രനെ ചുംബിക്കണം. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അവനോട് കോപിക്കുന്നവർ നശിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവർ രക്ഷപ്പെടും. ഇവന്റെ പേരെന്താ? നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ പുത്രൻ എന്ന് ആരെ കുറിച്ച് പറയുന്നു? അവനെ ശരണപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ എന്ത് വേണം? പുത്രനെ ചുംബിക്കണം. അവൻ ദൈവത്തെ കുറിച്ചും ദൈവത്തിന്റെ പുത്രനെ കുറിച്ചും വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. ഈ പറയുന്നത് പോലെ തന്നെ അക്ഷരീയമായിട്ട് നിറവേറുന്നു. ലോകാവസാനത്തിൽ ദൈവത്തേക്ക് മാറ്റി നിർത്തി ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിന്റെയും മിടുക്കിന്റെയും ഒക്കെ ഒരു കൺക്ലൂഷനായിട്ട് അതിന്റെ ഒരു പരമമായിട്ടുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചിരിക്കും. ദൈവം എന്ത് ചെയ്യും? അവരെ ഭ്രമിപ്പിക്കും, പേടിപ്പിച്ചു കളയും, വിരട്ടിക്കളയും. എന്നിട്ട് ഈ ശത്രുക്കളെ മുഴുവനും നശിപ്പിച്ചു കളയും. അവരെ എങ്ങനെ നശിപ്പിക്കും? മൺപാത്രം ഉടയ്ക്കുന്ന പോലെ ഉടച്ചു കളയും. എന്നിട്ട് പുത്രനോട് പറയാം, ഭൂമിയുടെ അറ്റം വരെ നീ കൈവശപ്പെടുത്തിക്കൊള്ളാൻ പറയും. ഭൂമിയുടെ അറ്റം വരെ നീ കൈവശപ്പെടുത്താൻ പറയും. ശത്രുക്കളെ പരിപൂർണമായിട്ട് മാറ്റിക്കൊണ്ട് ഭൂമിയുടെ അറ്റം വരെ ഭരണം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ആര്? ദൈവപുത്രൻ. ഇത് എവിടെ എഴുതിയിരിക്കുന്നു? ഏക ദൈവ വിശ്വാസികളായ യഹൂദന്മാരുടെ പുസ്തകത്തിൽ അതിനെ നടുക്ക് തന്നെ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഇത് നിരാകരിക്കാൻ ഒരു യഹൂദന് സാധിക്കും. ലോകാവസാനത്തിൽ ഭൂമിയുടെ അറ്റം വരെ ശബങ്ങൾ കൊണ്ട് നിറയും. അതറിയാമോ? നമ്മുടെ സമയം നമ്മുടെ ഈ കാണപ്പെടുന്ന ലോകത്തെ കുറിച്ച് പറയുന്നത് ഇത് നശ്വരമാണ്. ലോകോത്തര മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷണം ചെയ്യുന്നവർ നീക്കി നിൽക്കും. ഈ ലോകത്തിന്റെ അവസാനമാകുമ്പോൾ ഭൂമിക്ക് ഒരു ആട്ടം വെച്ചിട്ടുണ്ട്. അതറിയാമോ? ഭൂമിയുടെ ആട്ടത്തെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭൂമി ആട്ടത്തെ കുറിച്ച് എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? അതാണ് 24-ാം അധ്യായം യെശയ്യാവിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ അധ്യായം മുഴുവൻ അതാണ്. എന്താ എഴുതിയിരിക്കുന്നത്? ഭൂമി ആട്ടത്തെ കുറിച്ച് എഴുതിയത്. ഭൂമി കിടുകിട കിടുങ്ങും, പൊടുപൊട പൊട്ടും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാട് എന്ന് പറഞ്ഞ ടെന്റ് പോലെയാണ്. അത് വീഴും, എഴുന്നേൽക്കുകയില്ല.
അപ്പൊ ഈ ഭൂമി മുഴുവൻ ആടാൻ പോകും. അപ്പം ഭൂമി ആടുന്നതിന് മുമ്പ് ഭൂമിക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ടാവും. അതെന്ന് ചോദിച്ചാൽ സൂര്യന്റെ പ്രകാശം 7 ഇരട്ടിയാകും, ചന്ദ്രൻ പകല് പോലെ പ്രകാശിക്കും. അപ്പൊ ഇന്ന് ഭൂമിക്ക് 2 തൊപ്പിയിട്ടിട്ടാണ് കറക്കുന്നത്. ഭൂമിയെ കറക്കുന്നത് 2 തൊപ്പിയിട്ടിട്ടാ. ഏതാ 2 തൊപ്പി? ആർട്ടിക്കിലും അന്റാർട്ടിക്കിലുമുള്ള മഞ്ഞുമലകൾ. ആ മഞ്ഞുമല 2 വശത്തും ഇട്ട് 23.5 ഡിഗ്രി ചരിച്ചാണ് ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൂര്യന്റെ പ്രകാശം 7 ഇരട്ടിയാകുമ്പോൾ എന്ത് കിടക്കും? ഈ മഞ്ഞല്ല. മഞ്ഞ് ഉരുകുമ്പോൾ എന്ത് കിടക്കും? ഭൂമിയുടെ ബാലൻസ് തെറ്റും. ഭൂമിയുടെ ബാലൻസ് തെറ്റുമ്പോഴും എന്ത് കിടക്കും? ഭൂമി ആട്ടം തുടങ്ങും. മനസ്സിലായി? ഭൂമിക്ക് ഒരു കോറുണ്ട്, മാൻഡിലുണ്ട്, അതിന് പുറത്തൊരു ക്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഭൂമിയുടെ ഘടനയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഈ ഭൂമി, ഇതിന്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പുറന്തോട്. ഈ പുറന്തോട് ഇപ്പോഴും തന്നെ 25 കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞിരിക്കുക. 20. അത് കൂടാതെ തന്നെ ക്രാക്സ് ഉണ്ടാകും. അപ്പൊ ഭൂമി ആടുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ഭൂമിയിൽ എല്ലാം വീഴുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം വീണു പോകും. അങ്ങനെ എല്ലാം വീണതിന് ശേഷം മാറ്റമില്ലാത്ത ഒരു രാജ്യം വരും. അതാണ് പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ യെരൂശലേം. പുതിയ യെരൂശലേം തലസ്ഥാനമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും അന്നത്തെ ജനത്തിന് വസിക്കാനായിട്ട് ദൈവം ഒരുക്കുന്നതാണ്. ഇന്നുള്ളതെല്ലാം മാറിപ്പോകും. അപ്പം അത് വരുന്നതിന് മുമ്പായിട്ട് ഭൂമിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ന്യായവിധി ഉണ്ടാകും. ആ ന്യായവിധിയുടെ സമയത്ത് നോഹയുടെ സമയത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കരുത് മാത്രം. ഭൂമി മുഴുവൻ ശപം കൊണ്ട് നിറയും. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മൾ വായിച്ചത്? നീ ഭൂമി മുഴുവനും ശവം കൊണ്ട് നിറയ്ക്കും. 2-ാം സങ്കീർത്തനത്തിൽ ആണോ? 110 നാം വായിക്കുന്നു, ഭൂമി മുഴുവൻ ശവം കൊണ്ട് നിറയും. പിന്നെ ഭൂമിയുടെ അറ്റം വരെയും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവിന് രാജ്യമായിട്ട് കൊടുക്കും. അപ്പം ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ്, എന്നേക്കും പുരോഹിതൻ രാജാവുമാകുന്ന കർത്താവ്, ദൈവപുത്രനാകുന്ന കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് വലിയൊരു ശിക്ഷ അല്ലെങ്കിൽ കൊല ഇവിടെ നടക്കുമെന്നാണ് വ്യക്തമായിട്ട് പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം വായിച്ചു നോക്കാം. യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 6 മുതൽ നമുക്ക് വായിക്കാം. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവിൻ. വായിച്ചു. കേട്ടോ, സർവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുക. വലിയ ആരെങ്കിലും മിടുക്കരായിട്ട് രക്ഷപ്പെടുന്നല്ല, സർവരും നശിക്കും. സർവ കൈകളും, എല്ലാ കൈകളും തളർന്നു പോകും, എല്ലാ ഹൃദയവും ഉരുകിപ്പോകും. അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും. അവർ അന്യോന്യം തുറച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ദേശത്തെ ശൂന്യമാക്കുവാനും, ദേശത്തിൽ എന്തെങ്കിലും 10 പേരെ കൊല്ലാണെന്നല്ല എഴുതിയിരിക്കുന്നത്, മുഴുവൻ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് യഹോവ ന്യായവിധി നടത്തുന്ന സമയമെന്നാണ് എൻ്റെ അർത്ഥം. ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അത് ഭീതി നിറഞ്ഞ ഒന്നാണ്. യഹോവയുടെ ദിവസം എന്ത് ചെയ്തു? 9-ാമത്തെ വാക്യല്ലേ, ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരും. അന്ന് ആകാശ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം ധരിക്കുകയില്ല. സൂര്യൻ ഉദയത്തെങ്കിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കുകയുമില്ല. ഞാൻ ഭൂതലത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർഭത്തെ ഞാൻ ഇല്ലാതാക്കും.
ഉഗ്രന്മാരുടെ നിങ്ങളത്തെ താഴ്ത്തും. ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. ഓടിച്ചു വിട്ട ഇളമാനിനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെ പോലെയും അവർ ഓരോരുത്തൻ താന്താന്റെ ജാതിയുടെ അടുക്കിലേക്ക് തിരിയും. ഓരോരുത്തൻ താന്താന്റെ സ്വദേശത്തേക്ക് ഓടിപ്പോകും. കണ്ടു കിട്ടുന്നവനൊക്കെയും കുത്തിക്കൊല്ലും, പിടിപെടുന്നവനൊക്കെയും വാളാൽ വീഴും. ഇങ്ങനെയുള്ള ഒരു വലിയ ന്യായവിധിയുടെ ദിവസം വരുന്നുണ്ട്. അന്ന് എന്തൊക്കെയാ സംഭവിക്കുന്നത് എഴുതിയേക്കുന്നത്? സൂര്യൻ രാവിലെ തന്നെ ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. മാത്രമല്ല ഭൂമി ഇതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും, ഭൂമി ആടും. എന്നിട്ട് അവസാനം അതിന്റെ പരിണത ഫലം എന്താണ്? ഒരു മനുഷ്യൻ തങ്കത്തെക്കാളും ഒരു പുരുഷൻ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാകും. ഈ കൊട്ടാരക്കരെല്ലാം നടന്നു നോക്കിയാൽ സ്വർണം കിട്ടും, എന്നാൽ ഒരു പുരുഷനെ കണ്ടു കിട്ടത്തില്ല. ഒരു മനുഷ്യനെ കണ്ടു കിട്ടിയാൽ, പുരുഷനെന്നും മനുഷ്യനെന്നും പറഞ്ഞിട്ടുണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നാടെല്ലാം തിരക്കി നോക്കിയാൽ എന്ത് കിട്ടത്തില്ല? ഒരു മനുഷ്യനെ കണ്ടു കിട്ടത്തില്ല. സ്വർണമൊക്കെ കിട്ടും, ആ കടയിൽ കാണി, ഈ കടയിൽ ആർക്കും വേണ്ടല്ലോ, സ്വർണമൊക്കെ കിട്ടും, എന്നാൽ മനുഷ്യനെ കണ്ടു കിട്ടത്തില്ല. അത്രയ്ക്കും വലിയൊരു ന്യായവിധി ഈ ഭൂമിയെ കാത്തിരിക്കുന്നു. സകല കെട്ടിടങ്ങൾ കിട്ടും, ഒരു കെട്ടിടവും നിലനിൽക്കുക. എല്ലാ അഹങ്കാരികളും നിലംപരിച്ചാകും, ശൂന്യത മാത്രം ശേഷിക്കും. ആർക്കും മോഷണത്തിന്റെ ആവശ്യമൊന്നും വന്ന് വരത്തില്ല. കാരണം അത് സ്വർണ്ണമുണ്ടല്ലോ അവിടെ, നമുക്കത് കയറി നോക്കാം, അവിടെ ഒരു തടി കിടക്കുന്നു എടുത്തുകൊണ്ട് പോകാം, ഇവിടെ ഒരു പാത്രം ഇരിക്കുന്ന എടുത്തുകൊണ്ട് പോകുന്ന ആരും ചിന്തിക്കുകയില്ല. കാരണം ഇതിന്റെ ഒന്നും ആവശ്യം ആർക്കും തോന്നുകയില്ല. അത്രമാത്രം ലോകം കണ്ടിട്ടില്ലാത്തൊരു വലിയ ന്യായത്തിന്റെ ദിവസം വരുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കും. അതിനുശേഷം ദൈവം രാജ്യത്തും ഏറ്റെടുക്കും. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വേറൊരു ഭാഗം നമുക്ക് വായിക്കാം. അതിന് 24-ാമത്തെ യെശയ്യാവിന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം. യഹോവ ഭൂമിയെ നിർജ്ജനം, മുമ്പേ നമ്മൾ വായിച്ചു, ഒരു മനുഷ്യൻ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാകും. ആ ദുർലഭം എന്ന് പറയുന്നതാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വാക്കാണ്. എന്താണ്? യഹോവ ഭൂമിയെ നിർജ്ജനമാക്കും. അവിടെ നമ്മൾ 13-ാം അധ്യായത്തിൽ കണ്ടു ശൂന്യമാക്കും. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, ശൂന്യമാക്കി കീഴ്മേൽ മറിക്കുന്നത്. അന്ന് അവിടെ 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകുമെന്ന് പറഞ്ഞു. ഇവിടെ പറയുകയാണ് കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യുന്നത്. അവിടെ ഇത് പറയുന്നുണ്ട്, ഓരോരുത്തൻ സ്വന്തം ജാതിയിലേക്ക് ഓടിപ്പോകും, കണ്ടു കിട്ടുന്നതിനെ കുത്തിക്കൊല്ലുമെന്ന്. എന്നിട്ട് പറയാം, പുരോഹിതനും ദാസനും യജമാനും ദാസിക്കും യജമാനത്തേക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം മേടിക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം, ഇവിടുന്ന് അമേരിക്കയിലാണ് ഇപ്പൊ മോനെ എന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും ഭൂമി അശേഷം നിർജ്ജനമാകും, ആയും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു, ഭൂമിയിൽ ഉന്നതന്മാർ ക്ഷീണിച്ച് പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ വസിക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അധികം വിവരിക്കുന്നില്ല, സമയം കിട്ടില്ല നമുക്ക്. അവിടെ അതിന്റെ 12-ാം വാക്യം പട്ടണത്തിൽ വായിച്ചു. തല്ലും പോലെയും മുന്തിരിപ്പഴം എല്ലാം പറിച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? കാലാമൃഗം. അന്ന് ആ കാലാമൃഗം നേരം കിട്ടുന്നത് പോലെ ഭൂമിയിൽ വെള്ളവും ശേഷിക്കുള്ളൂ.
ആ എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊട പൊട്ടുന്നു. അതാ മുമ്പേ പറഞ്ഞത്, ഭൂമി ആടുമ്പോൾ അതിന്റെ പുറത്തോടെല്ലാം മുറിഞ്ഞ് കഷ്ണങ്ങളായിട്ട് മാറുന്നു. അടിസ്ഥാനങ്ങൾ പൊടുപൊട പൊട്ടുന്നു, ഭൂമി കിറുകിറക്കിടുന്നു, ഭൂമി കിടുകിടക്കിടുന്നു. ഭൂമി മത്തനെ പോലെ കണ്ടുപിടിച്ചിട്ട് ഇന്ന് ഭൂമി ആടി കാണിക്കും, അന്ന് ഭൂമി ആടി കുടിയനെ കാണിക്കും. ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. കാവൽ മാടം എന്ന് പറഞ്ഞാൽ ടെന്റ് എന്നാണ് ഇംഗ്ലീഷിൽ വായിച്ചത്. ടെന്റ് പോലെ ആടുന്നു, അതിന്റെ അകൃത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കുകയും ഇല്ല. ഇങ്ങനെ ഒരു അന്ത്യം ഈ ഭൂമിക്ക് കുറിച്ചിട്ടുണ്ട്. ഏതിനു മുമ്പാണ് ഭൂമിയുടെ അറ്റങ്ങളെ കർത്താവെന്നും പുത്രനെന്നും രാജാവെന്നും പുരോഹിതനെന്നും ഉള്ള എല്ലാ സ്ഥാനത്തിനും നാമത്തിനും യോഗ്യനായ യേശു കർത്താവ് ഭൂമിയെ സ്വന്തമാക്കുന്ന സമയത്ത്, യേശു കർത്താവ് ഭൂമിയുടെ നിത്യ രാജാവായിട്ട് രാജ്യത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് നടക്കുന്ന സംഭവമായിട്ടാണ് 110-ാം സങ്കീർത്തനവും 24-ാമത്തെ അധ്യായവും അതുപോലെ മുമ്പേ നമ്മൾ വായിച്ച 13-ാമത്തെ അധ്യായവും യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായവും ഒക്കെ പറയുന്നത്. അപ്പം ഈ യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ വേറൊരു വേദഭാഗം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നു, സൂര്യന്റെ പ്രകാശം 7 ഇരട്ടിയാകും. അത് 30-ാമത്തെ അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം, അതിന്റെ 25-ാമത്തെ വാക്യം. മഹാസംഹാര ദിവസത്തിൽ മുമ്പേ വായിച്ചില്ലേ? ഇപ്പം ഒരു മനുഷ്യൻ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാകണം, ബാക്കിയുള്ളവരെല്ലാം കൊന്നുകളയണം, സകല അഹങ്കാരികളെ കൊന്നുകളയാൻ പോകണം. അങ്ങനെ കൊന്നുകളയുമ്പോൾ ശവക്കോട്ടയുടെ ആവശ്യം വരത്തില്ല, കുഴിവെട്ടേണ്ട ആവശ്യം വരത്തില്ല, കുഴിച്ചിടേണ്ട ആവശ്യം വരത്തില്ല, കൂദാശയും കുരിശു വരെയും വേണ്ട. മനസ്സിലായി? അപ്പം കൂദാശ വേണ്ട, അതുപോലെ കുരിശ് വേണ്ട, കുഴിമാടം വേണ്ട, ഒന്നും വേണ്ട. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നു, മഹാസംഹാര ദിവസം, മഹാസംഹാര ദിവസം 25-ാം വാക്യം. ഭൂമി ആടുന്നതിനെ കുറിച്ച് മുമ്പേ പറഞ്ഞല്ലോ, അതുപോലെ ആടാൻ പോവാം. എല്ലാ മലയിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. പുതിയ തോടൊക്കെ, ഇപ്പം തോടൊക്കെ വിട്ടുന്നു, കനാലൊക്കെ ഉണ്ടാക്കുന്നില്ലേ? ഇതെല്ലാം അസ്ഥാനത്താവും. കാരണം ഭൂമി മുഴുവനും ശരിക്കും നാടി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പോകും. ഇവിടുന്ന് പിന്നെ അതിനകത്ത് പോകണമെങ്കിൽ പറന്നു പോയെങ്കിലും വെക്കും, അല്ലാതെ നേരെ ഒന്നും പോകാൻ പറ്റത്തില്ല. മനസ്സിലായ? ഇവിടെ എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും, അന്നാണ് ദൈവം യഥാർത്ഥമായി തിരഞ്ഞെടുത്ത ഇസ്രായേല് കുത്തിവെങ്കിലേക്ക് നോക്കി രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുന്നതും എന്നിവിടെ പറയുന്നത്. കുത്തിവെങ്കിലേക്ക് നോക്കി കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കർത്താവിന്റെ രാജ്യം 1000 ആണ്ട് വാഴ്ച തുടങ്ങും. അപ്പൊ അവര് നോക്കാൻ വേണ്ടി എല്ലാവരും കൂടെ പതുക്കെ യെരൂശലേമിലേക്ക് കൂടിയിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ സമയമൊക്കെ അടുത്തു, അത്തിത്തകർത്തു, യഹൂദന്മാരടുത്ത് വരുന്നു കുത്തിവെങ്കിലേക്ക് നോക്കാൻ. കർത്താവ് കുത്തുകൊണ്ടിട്ട് 2000 വർഷങ്ങളായി. ഇത് ഏതാണ്ട് 8-ാം നൂറ്റാണ്ട് BC എഴുതിയിട്ടാണ്. കർത്താവ് മരിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് ഏതാണ്ട് 800ഓളം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അപ്പം കർത്താവ് കുത്തുകൊണ്ടു. ഇനി കുത്തുവെങ്കിലേക്ക് നോക്കാനായിട്ട് എവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കും. ഏത് നിമിഷവും കർത്താവ് വരും, തന്റെ മക്കളെ ചേർത്തുകൊള്ളും. എന്നിട്ട് 7 വർഷം ഇവിടെ കഷ്ടകാലം കാണും. ആ കഷ്ടകാലത്ത് ഭരിക്കുന്ന ആടിന്റെ പേരാണ് വിസ്താരമായ ദേശത്തിന്റെ തലവൻ അന്ത്യക്രിസ്തു. അതുകൊണ്ട് അവനെ തകർത്തുകൊണ്ട് ആണ് കർത്താവ് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നത്. അപ്പം യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. സൂര്യന്റെ പ്രകാശം അനുസരിച്ചാണ് ചന്ദ്രന്റെ പ്രകാശം കിട്ടുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. എന്നാൽ ഇത്
700 ശിഷ്ടം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ട് BC എഴുതി വെച്ചിരിക്കുകയാണ്. സൂര്യന്റെ പ്രകാശം കൂടുമ്പോൾ എന്ത് ചെയ്യും? ചന്ദ്രന്റെ പ്രകാശം കൂടും. സൂര്യന്റെ പ്രകാശം എത്ര കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 7 ഇരട്ടി. ഇപ്പം തന്നെ ചൂട് സഹിക്കാൻ വയ്യാതെന്ന് പറയും. അന്ന് എന്തോ പറയുന്നത്? തീ സഹിക്കാൻ വയ്യാതെന്ന് പറയും. മനസ്സിലായി? അങ്ങനെ 7 ഇരട്ടി പ്രകാശം സൂര്യന്റെ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ചന്ദ്രന്റെ പ്രകാശം കൂടുന്നത് മാത്രമല്ല, ഈ ഭൂമിയുടെ വടക്കേറ്റത്തും തെക്കേറ്റത്തുമുള്ള മഞ്ഞുമലകൾ മുഴുവനും ഉരുകിപ്പോകും. ഉരുകിപ്പോകുമ്പോൾ അടുത്ത പ്രതിഭാസം എന്താണ്? ഭൂമി ബാലൻസ് തെറ്റും. ഭൂമി ബാലൻസ് തെറ്റുമ്പോൾ അവൻ മത്തനെ പോലെ ഇങ്ങനെ ചാഞ്ചാടുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഭൂമി കിടുകിട കിടുങ്ങും, കിറുകിറ കീറും, പൊടുപുട പൊട്ടും. എല്ലാം നിലമ്പരിച്ചാകും. സകല അഹങ്കാരികളും താഴെയാണ്. അപ്പം ഇതെല്ലാം പണ്ടേ എഴുതി വെച്ചതാ. അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, സൂര്യൻ ഇരുട്ട് പോകും. സയന്റിസ്റ്റ് പറയുന്നു നക്ഷത്രങ്ങള് അതിന് പകുതി എനർജി കത്തിച്ചു കഴിഞ്ഞാൽ ആളിക്കത്തിയിട്ട് ഇരുണ്ടു പോവുകയാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ സൂര്യൻ ഇരുണ്ടു പോകും എന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യും? ആളിക്കത്തും. ആളിക്കത്തും. ചന്ദ്രൻ അന്നേരം പ്രകാശം വർദ്ധിപ്പിച്ചാലും ഈ ഭൂമി നിലനിൽക്കാൻ പറ്റത്തില്ല. ഇത് കിടന്ന് കാവൽമാടം പോലെ ടെന്റ് പോലെ കിടന്ന് ആടിയിട്ട് ഇത് നശിക്കും. ഇന്നത്തെ പണികളെല്ലാം നശിപ്പിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ ഇന്നത്തെ പണികളൊന്നും കാണുകയില്ല. 1000 ആണ്ട് വാഴ്ച അവസാനിച്ച് കഴിയുമ്പോൾ കർത്താവ് പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പം ഇതെല്ലാം പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ദൈവത്തിന്റെ പുത്രൻ ഭൂമിയുടെ അറ്റം വരെയും തന്റെ രാജ്യം വിസ്തൃതപ്പെടുത്തി ഭരിക്കാൻ പോകുന്ന കർത്താവാണ്, രാജാവാണ്, പുരോഹിതനാണ്. അവൻ രാജ്യത്വം അവസാനിക്കുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം നമ്മുടെ എബ്രായ ലേഖനമാണ് പഠിക്കുന്നത്, വായിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകമാണ് ഇല്ലേ. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം നോക്കുക. 9-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു. ആധിപത്യം അവന്റെ തോളിലിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഭരണം അവന്റെ കയ്യിലിരിക്കും എന്നാണ്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതവാനായൊരു മന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിലെ മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ആലോചനക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ്. രാജാവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന, ആലോചന പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ എന്താ ഏറ്റവും വലിയ സെക്രട്ടറി ആരായിരിക്കും? ഏറ്റവും വലിയ മന്ത്രിയായിരിക്കും. അപ്പൊ അത്ഭുത മന്ത്രി, വീരനായ, ആലോചനയിൽ വലിയവനാണ്, ഭയങ്കര ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. അതുപോലെ പ്രവർത്തന പദത്തിലോ വീരനാ ദൈവമാണ്, വെറും ദൈവമാണ്. ഇവിടെ 33 ദേവന്മാരുണ്ടല്ലേ. ആരെങ്കിലും പോയി രാമൻ പോയി ഒരു രാവണനെ കൊന്നെങ്കിൽ ദൈവമായി കഴിഞ്ഞു. അങ്ങനെയുള്ള കൊച്ചു ദൈവങ്ങളൊന്നും അല്ല. ഇവിടുത്തെ ദൈവങ്ങളുടെ പേരൊക്കെ കേട്ടിട്ട് പേടിച്ചു. കാളി, ഹൂളി, ഭൂതം, പ്രേതം, യക്ഷി, രാക്ഷസൻ, കിന്നരാദികൾ തുടങ്ങിയ 33 ദൈവന്മാർ. എന്നാൽ ഇവിടെ പറയുന്നത് ഇവൻ വീരനാ ദൈവം, നിത്യപിതാവാണ്. നിത്യമായിട്ട് ജീവൻ കൊടുക്കുന്ന ഉറവിടമാണ്, നിത്യ പിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. എന്നിട്ട് പറയാണ്, എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടായില്ല. ദൈവത്തിന്റെ രാജ്യം വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നിത്യമായിട്ട് രാജാവായിട്ട് ഭരിക്കുന്ന ഒരു രാജ്യം ഇനി വരാം. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. കൊച്ചു ജീവികളാകുന്ന നമുക്ക് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളാൻ, ഗ്രഹിക്കാനുള്ള പ്രാപ്തിക്കുറവുകൊണ്ട് എല്ലാ കാര്യവും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. കുഞ്ഞുങ്ങളോട് നമ്മളെല്ലാം ഒന്നും പറയത്തില്ലല്ലോ. പറയൂ, കൊച്ചു കുഞ്ഞിനെ എടുത്തോണ്ട് തോളെ വെച്ചോണ്ട്, മോനെ ദാണ്ട് അവിടെ മുതൽ അങ്ങോട്ട് നമ്മുടെ അപ്പന്റെ വാങ്ങിച്ച സ്ഥലമാണ്, അതിന്റെ അപ്പന്റെ വേലി കെട്ടി എടുത്തതാണ്, അതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് ഒക്കെ പറയുന്നു. ഒന്നും പറയത്തില്ല. കുഞ്ഞിനോട് പറയും, കണ്ടോ
മാവ് കണ്ടോ, മാങ്ങ കണ്ടോ എന്നൊക്കെയാ പറയുള്ളൂ. കൊച്ചു കൊച്ചു കാര്യങ്ങളെ കുഞ്ഞിനോട് പറയും. ദൈവത്തിന്റെ വലിയ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് നമുക്കൊന്ന് ഉൾക്കൊള്ളാനേ അതൊന്നും ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയും. നമ്മൾ വെറും ചെറിയതാണ്. മനുഷ്യനെ നീ നീ മനുഷ്യനെ നീ ഓർക്കുവാൻ അവൻ എന്തുമാത്രം, ഒന്നുമില്ല, വെറും പുഴുക്കൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളോടെല്ലാം പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുകയാണ് അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും, ആ ആധിപത്യം എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വർധനയ്ക്ക് സമാധാനത്തിനും അവസാനം ഉണ്ടാക്കിയത്. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. എന്നിട്ട് അത് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. രണ്ടു വട്ടം പറഞ്ഞിരിക്കുകയാണ്. ഒരു വട്ടം പറയുന്നു അത് അവൻ എന്നേക്കും അതിനെ ന്യായത്തോടുകൂടെ സ്ഥാപിച്ച് നിലനിർത്തുമെന്ന് പറഞ്ഞങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. പിന്നെയും പറയാണ് സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത, ആ തീക്ഷ്ണമായ ഉഗ്രമായിട്ടുള്ള ആവേശപരമായിട്ടുള്ള തീരുമാനം അതിനെ നിവർത്തിക്കും. അങ്ങനെയുള്ള ഒരു നിത്യരാജ്യത്വം വരുന്നു. ആ നിത്യരാജ്യത്വത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനാകുന്ന ക്രിസ്തു രാജാവായി. ആ രാജാവിന്റെ രൂപം പ്രാപിച്ച്, ആ രാജാവിന്റെ തേജസ് പ്രാപിച്ച് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആര് വേണം? രാജാക്കന്മാർ വേണം. രാജാക്കന്മാർ. അതിന് അങ്ങനെയുള്ള രാജാക്കന്മാരെ കുറിച്ച് എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? രാജാതി രാജാവാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ അവനോടുകൂടെ വാഴാൻ രാജാക്കന്മാർ. അവർക്കെല്ലാം ഒരേ രൂപം, ഒരേ തേജസ്, ഒരേ മഹത്വം, ഒരേ രീതി. എല്ലാവരും ആരായിരിക്കും? അവരെല്ലാവരും ദൈവത്തിന്റെ ഇന്നത്തെ രക്ഷിക്കപ്പെടുന്ന സമയമാണ്. അത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടാണ് വേദപുസ്തകം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മിടുക്കന്റെയും ഒരു പണ്ഡിതന്റെയും മനസ്സിൽ ഇതുവരെയും തോന്നിയിട്ടില്ല. ഇനി തോന്നാനായിട്ട് പോകുന്നില്ല. മനസ്സിലായി? അപ്പം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായമാണല്ലോ അവസാനത്തെ അധ്യായം. അവസാനത്തെ അധ്യായം വായിച്ചു നോക്കാം. അവിടെ ഇത് തന്നെ, അവിടെ ഇത് പറഞ്ഞിട്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. ഇവിടെ 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, ഇനി രാത്രി ഉണ്ടാകിയില്ല, ദൈവമായ കർത്താവ് അവരുടെ പേർ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും എന്തായിരിക്കും? രാജാക്കന്മാരായിരിക്കും. എന്നേക്കും. അവൻ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒക്കെ ഒരു കൊച്ചു കാര്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ മഹത്വം അറിയാൻ പോവുകയാണ് നിത്യത. അയ്യോ എന്റെ ദൈവമേ, എല്ലാം ഒന്ന് എടുത്തിട്ട് എനിക്ക് ഒന്നും തരാതെ എന്നെ ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതിയായിരുന്നു എന്നന്ന് പറയും. ഇന്ന് പലരും കിട്ടാഞ്ഞെന്റെ പരാതി ഒരുപാടുണ്ട് അല്ലേ? കർത്താവെ, അവർക്ക് വീട് കിട്ടി, എനിക്ക് വീട് കിട്ടിയില്ല, അവർക്ക് ഡോക്ടറേറ്റ് കിട്ടി, അവരുടെ മക്കൾക്ക്, എന്റെ മക്കൾക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞരങ്ങുന്നവരൊക്കെ അന്ന് പറയും, കർത്താവ് ഒന്നും തരണ്ടായിരുന്നു, എന്നെ ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതിയായിരുന്നു, അത് മാത്രം മതി, അതിന്റെ മഹത്വം ഇപ്പോൾ ഞാൻ കാണുന്നു എന്ന് പറയും.